ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതായത് ഞാനിവിടെ 4 ബ്രെഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് 2 സെറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാ വെജിറ്റബിൾസും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഏകദേശം 2 ടേബിൾ സ്പൂൺ വീതമുണ്ട്. ഞാനിപ്പോൾ എടുത്ത എല്ലാ വെജിറ്റബിൾസും നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല. കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ സാൻഡ്വിച്ച്. വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് സാൻഡ്വിച്ച് ആണ് കേട്ടോ പറയുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലാം 2 ടേബിൾ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ സവാള ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ നമ്മുടെ സാലഡ് കക്കരിക്ക അല്ലെങ്കിൽ സാലഡ് വെള്ളരിക്ക കിട്ടും, അത് എടുത്തിട്ടുണ്ട്. സാലഡ് കുക്കുംബർ, 2 ടേബിൾ സ്പൂൺ തക്കാളി, ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെണ്ണ വേണം. അതേമാതിരി ഞാനിവിടെ മൊസറല്ല ചീസും ചെഡാർ ചീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ല ചീസ് സ്ലൈസ് ആണ് ഉള്ളതെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇത്ര വെച്ചിട്ടാണ് ഞാൻ സിമ്പിളായിട്ടുള്ള സാലഡ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺ ഉണ്ടെങ്കിൽ, ചോളം ഉണ്ടെങ്കിൽ അത് വേവിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ഉണ്ടെങ്കിൽ പനീർ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഓരോ ഫ്ലേവേഴ്സും എങ്ങനെ മിസ്മാച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ വേറെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഇപ്പം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട്, ഈ മിക്സിലോട്ട് ഞാൻ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഇതേമാതിരി ഫ്രഷ് ആയിട്ടുള്ളത് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് ഗ്രൈൻഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം. ഇതും 1-2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി, ഇത് 1 ടേബിൾ സ്പൂണും മോസറല്ല ചീസ് 1 ടേബിൾ സ്പൂൺ വരുന്ന മാതിരിയാണ് ഞാൻ ഇപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസ് ആഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്നിച്ചിട്ട് ബ്രെഡിൽ സാൻഡ്വിച്ച് ഒന്നിച്ചിട്ട് ഒട്ടിയിരിക്കുകയും ചെയ്യും, വിട്ടുപോവാതെ. ആ ചീസിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരികയും ചെയ്യും. 1 ടേബിൾ സ്പൂൺ ഞാൻ ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ മോസറല്ല ചീസും ഗ്രേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബ്രെഡ് ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഒരു സൈഡ്, ഞാനിതിലിപ്പോൾ എക്സ്ട്രാ മയോണീസോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കെച്ചപ്പോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ബ്രെഡിൽ തേച്ച് കൊടുക്കാം. ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് ബ്രെഡിലേക്ക് വെണ്ണ തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ 2 സൈഡും വെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡ് മാത്രം ഞാൻ ആദ്യം ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. കാരണം എന്നിട്ട് ആ ടോസ്റ്റ് ചെയ്തെടുത്ത ഭാഗത്തേക്ക് ഞാൻ ഫില്ലിംഗ് നിറച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രെഡിന് സാൻഡ്വിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആ ടോസ്റ്റ് ചെയ്തെടുത്ത സൈഡ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള മറ്റേ ഭാഗം അല്ലാതെ ഒന്നിച്ചിട്ട് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു സൈഡ് മാത്രമേ ഞാൻ ഇപ്പോൾ തേച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കുക, പാനിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ആദ്യം ഒരു സൈഡ് മാത്രം, വെണ്ണ തേച്ച് കൊടുത്ത ഭാഗം മാത്രം ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവാൻ തുടങ്ങി. നമ്മൾ വെണ്ണ തേച്ച് കൊടുത്ത ഭാഗം മാത്രം നമുക്ക് ആദ്യം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, വെച്ച് കൊടുക്കുകയാണ്.
ഇത് എക്സ്ട്രാ സ്റ്റെപ്പായിട്ട് തോന്നുന്നുണ്ടാവും, കാരണം 2 പ്രാവശ്യം ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വരുമ്പോൾ വെണ്ണയിൽ വേണ്ട നന്നായി ടോസ്റ്റ് ചെയ്ത് വന്നത് ഞാൻ വാങ്ങുകയാണ്. അതേമാതിരി തന്നെ മറ്റേ സൈഡ് മറ്റേ ബ്രെഡും വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ബ്രെഡെല്ലാം ഒരു സൈഡ് ടോസ്റ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മളിപ്പോൾ ടോസ്റ്റ് ചെയ്ത സൈഡിലാണ് ഫില്ലിങ് ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് ഹാഫ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പറ്റുന്ന പോലെയൊക്കെ സ്പ്രെഡ് ചെയ്തോളൂ. സ്പ്രെഡ് ചെയ്തിട്ട് മറ്റേ സ്ലൈസ് വെച്ചിട്ട് അടച്ചു വയ്ക്കുക. അതേമാതിരി തന്നെ മറ്റേ സെറ്റും അതേപോലെ തന്നെ ബാക്കിയുള്ള ഹാഫും ഫില്ല് ചെയ്യുക. ഓക്കെ, എന്നിട്ടൊരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാനിലോട്ട് ബ്രെഡ് സ്ലൈസ് അല്ലെങ്കിൽ ആ സാൻഡ്വിച്ചിൻ്റെ സെറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു സൈഡ് ഇപ്പോൾ പാനിലേക്ക് ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ വെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തോളൂ, എന്നാലേ അത് തമ്മിൽ സ്റ്റിക്ക് ചെയ്തോളൂ. ഇല്ലെങ്കിൽ നല്ലൊരു വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് മേലെ ഇതങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് വന്നോളും. കാരണം നമ്മുടെ പ്രസ് ഇല്ലല്ലോ, പ്രസ് മാതിരി 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 സെക്കൻഡേ വേണ്ടു, പെട്ടെന്ന് തന്നെ ചൂടായി വരും. എടുത്തു. ഇനി നമുക്ക് ഈ സൈഡ് കൂടെ വെണ്ണ തേച്ച് കൊടുക്കാം. ഇത് വെണ്ണയില്ലാതെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം മറ്റേ സൈഡും കൂടെ ഒന്ന് ടോസ്റ്റായി വരട്ടെ. അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് വാങ്ങി വയ്ക്കാം. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് പെട്ടെന്ന് ടോസ്റ്റായി കിട്ടും. 2 സെക്കൻഡിൽ ടോസ്റ്റായി വരും. എന്നിട്ട് മറ്റേ സൈഡും വെയിറ്റ് വെച്ച് കൊടുക്കുക. 2 സെക്കൻഡിലാവും. ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതായി. ഇനി നമുക്ക് അതേമാതിരി തന്നെ അടുത്തതും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേമാതിരി തന്നെ 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാം. വെണ്ണ വേണമെങ്കിൽ വെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. 2 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.